Hi dear students, once again welcome back to another class of Sociology. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 5th ചാപ്റ്ററിലെ അവസാന 2 കോൺസെപ്റ്റുകളാണ്. റിസർച്ചായിട്ട് ബന്ധപ്പെട്ട 2 മെത്തേഡുകൾ, സർവേയും അതേപോലെ തന്നെ ഇൻ്റർവ്യൂവും. ഫസ്റ്റ് നമുക്ക് സർവേ എന്താണെന്ന് നോക്കാം അല്ലേ. സർവേ നമ്മൾ ഒരുപാട് സർവേസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ റീസെൻ്റ്ലി എക്സിറ്റ് പോൾ സർവേസ് അല്ലെ, ഇലക്ഷൻ റിസൾട്ടായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ മാത്രമല്ല ഇപ്പോൾ നമ്മൾ എപ്പിഡമിക്സ് അല്ലേ, കൊറോണ ഇങ്ങനെ എല്ലാ ഏരിയയിലും വളരെ തീവ്രമായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് ഏതൊക്കെ മേഖലയിൽ എങ്ങനെ പകരുന്നു അതിനെക്കുറിച്ചൊക്കെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റാസ് ശേഖരിക്കുന്നുണ്ട്. ഇതൊക്കെ കാര്യമായിട്ട് എന്തിലൂടെയാണ്? സർവേയിലൂടെയാണ്. അതുകൊണ്ട് സോഷ്യോളജിയിലെ തന്നെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു റിസർച്ച് മെത്തേഡാണത് സർവേ എന്ന് പറയുന്നത്. സർവേ പ്രധാനമായിട്ടും ഒരു ജനറലായിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് തരിക. ഇപ്പോൾ നമ്മൾ ഒരു ഏരിയയിൽ പോയിട്ട് ഒരു സാമ്പിൾസ് അവിടുത്തെ ആളുകളെ സെലക്ട് ചെയ്തിട്ട് അവരോട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി, ചിലപ്പോൾ അവർക്ക് ഫില്ല് ചെയ്യാനായിരിക്കും ചിലപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനേഴ്സ് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ചോദിക്കുന്നു, ഇമെയിലിലൂടെ ചോദിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാറ്റ ശേഖരിക്കുന്നു. അങ്ങനെ ശേഖരിച്ച ആ സാമ്പിൾസിൻ്റെ അടുത്ത് നിന്ന് ശേഖരിച്ച വിവരങ്ങളെ നമ്മളൊരു ജനറലൈസേഷനിൽ എന്ത് ചെയ്യുന്നു, എത്തിച്ചേരുന്നു. ഇതാണ് സർവേയിൽ കാര്യമായിട്ട് എന്ത് ചെയ്യുന്നത്. നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കാൻ പോകുമ്പോൾ ഓൾറെഡി റിസർച്ചർ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസൊക്കെ എന്ത് ചെയ്യുന്നു, തയ്യാറാക്കുന്നു. അതിന് അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാനൊക്കെ ചിലപ്പോൾ ആളുകളുണ്ടാവും. ചിലപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടും എന്ത് ചെയ്യാം, സർവേക്ക് ആളുകൾ പോവാം. ഇങ്ങനെ നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്ന ആളുകൾ, അതായത് നമ്മൾ ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫില്ല് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഫില്ല് ചെയ്ത് തരുന്നതോ ഏത് രീതിയുമാവാം, ഇൻ്റർനെറ്റിലൂടെയോ അതല്ലാന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ വഴിയോ ഡയറക്റ്റോ ഏത് രീതിയിലുമാവാം, നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വിഭാഗത്തെ നമ്മൾ പ്രതികർത്താക്കൾ അല്ലെങ്കിൽ റെസ്പോണ്ടൻസ് എന്ന് പറയുന്നു. ഇനി നമുക്ക് കൃത്യമായിട്ട് എന്താണ് സർവേ, സാമ്പിൾ സർവേ എന്ന് പറയുന്നത് എന്താണ്, സർവേയിൽ വരുന്ന എറേഴ്സ്, സർവേയുടെ മെറിറ്റ് ഡീമെറിറ്റുകളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതെന്ന് നോക്കാം. What is survey method? As a research method, a survey collects data from subjects who respond to a series of questions about behaviors and opinions, often in the form of a questionnaire. The traditional definition of survey research is a quantitative method for collecting information from a pool of representatives by asking multiple survey questions. This research type include the recruitment of individual, collection and analysis of data. It is useful for research who aim to communicating new features or trend to their response. അതായത് ഒരു ഗവേഷണ രീതി എന്നുള്ള രീതിയിൽ നമ്മൾ പെരുമാറ്റങ്ങളെയും അഭിപ്രായങ്ങളെയും കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങളോട് പ്രതികരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ഒരു സർവേ എന്ത് ചെയ്യാണ്, ഡാറ്റകൾ ശേഖരിക്കുകയാണ്. പലപ്പോഴും ഒരു ചോദ്യാവലി രീതിയിലായിരിക്കും ഇത്. അപ്പോൾ ചോദ്യാവലിയിലൂടെ നമ്മളൊരു വിഷയത്തെക്കുറിച്ച് ഡാറ്റകൾ ശേഖരിക്കുന്നതിനെയാണ് സർവേ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരുപാട് സർവേകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ ഇലക്ഷൻ ആയപ്പോഴൊക്കെ നിങ്ങൾ ഒരുപാട് സർവേകളൊക്കെ, എക്സിറ്റ് പോളുകൾ സർവേകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കാരണം എന്താ പറയുക, ഒരു പ്രത്യേക ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് അതായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി ജനങ്ങളിൽ നിന്ന് ഡാറ്റകൾ ആ ക്വസ്റ്റ്യൻസിലൂടെ ശേഖരിക്കുന്ന രീതിയാണ് എന്താണ് ഉദ്ദേശിക്കുന്നത്, സർവേ മെത്തേഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നിലധികം ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ പ്രതികരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് രീതിയായിട്ടാണ് സർവേയുടെ ഒരു ട്രഡീഷണൽ ഡെഫിനിഷൻ വരുന്നത്. അതായത് ഈ ഗവേഷണ രീതിയിൽ വ്യക്തികളുടെ എന്താ പറയുക, നിയമനം, അതേപോലെ തന്നെ ശേഖരണം, ഡാറ്റ വിശകലനം എന്നിവ എന്ത് ചെയ്യുന്നു, ഇൻക്ലൂഡ് ചെയ്യുന്നു. അതായത് പ്രതികരിക്കുന്നവരുമായിട്ട് പുതിയ സവിശേഷതകളോ ട്രെൻഡുകളോ ആയ വിഷയത്തെക്കുറിച്ച് ആശയവിനിമയം നടത്താൻ ലക്ഷ്യമിടുന്നതിന് സർവേ എന്ത് ചെയ്യുന്നു, ഗവേഷകനെ സഹായിക്കുന്നു. There are 3 main survey research methods. What are they? We can see, which means the divided based on the medium of conducting survey research. We can collect the data mainly 3 ways. One is online or email. Online survey research is one of the most popular survey research methods today. The cost of involving online survey research is extremely minimal and response gathered are highly accurate. Then another method is phone. Survey research conducting over the telephone can be useful in the collecting data from a more extensive section of the target population. There are chances that many invest in phone surveys will be higher than other mediums and the time required will be higher. Another one is face-to-face. Face-to-face means a researcher conduct face-to-face in-depth interview in situations where there is a complicated problems to solve. The response rate of this method is highest, but it can be costly. ഇപ്പോൾ സർവേ നടത്തുന്ന മീഡിയാസിൻ്റെ ബേസിൽ നമുക്ക് പ്രധാനമായിട്ട് 3 രീതിയായിട്ട് തരംതിരിക്കാം.
ഒന്ന് ഓൺലൈനിൽ ഇമെയിലിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, വിവരങ്ങൾ ശേഖരിക്കണം. ഇന്ന് ഏറ്റവും പ്രചാരമുള്ള രീതിയാണ്, ഇപ്പോൾ നമുക്കറിയാം പല സർവേകളും ഓൺലൈൻ സർവേ നടക്കുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ എന്താണ് മെയിൽ അയച്ചു കൊടുത്തിട്ട് അത് ഫില്ല് ചെയ്ത് അയക്കുന്ന രീതിയിലുണ്ട്. ഇതിന് മറ്റൊന്ന് ഫോണിൽ കൂടെയുള്ളതാണ്. അതായത് നമ്മൾ ഏത് പോപ്പുലേഷനെയോ ടാർഗറ്റ് ചെയ്യുന്നത് അവരിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഫോൺ ചെയ്തിട്ട് അവിടുന്ന് സാമ്പിളുകൾ ശേഖരിക്കുന്ന രീതിയാണ് ഇത്. ഒരു പക്ഷേ ഇതിനെന്തായിരിക്കും, എന്താ പറയുക, മറ്റ് മീഡിയാസിനെ അപേക്ഷിച്ച് പണച്ചെലവ് കുറച്ച് കൂടുതലായിട്ട് വരാം. കാരണം ആളുകൾ കോൾ ചെയ്യുമ്പോൾ കോളിൻ്റെ ചാർജസൊക്കെ പോവും. പിന്നെ മാത്രമല്ല സമയം കൂടുതൽ എടുക്കുകയും ചെയ്യും. വിചാരിച്ച രീതിയിലുള്ള ഒരു ടൈമിലേക്ക് കൊണ്ടുവരാനും പറ്റില്ല. ദെൻ മറ്റൊന്നാണ് സർവേയുടേതാണ് ഫേസ് ടു ഫേസ്. അതാണ് വളരെ പോപ്പുലറായിട്ടുള്ള രീതി. നമ്മൾ മുഖാമുഖം എന്ത് ചെയ്യാണ്, ഡാറ്റ ശേഖരിക്കുകയാണ്. അതായത് നമുക്ക് എന്താണ് ഒരു പ്രോബ്ലത്തെക്കുറിച്ച്, ആ സാഹചര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യണം, ഗവേഷകൻ മുഖാമുഖമായിട്ട് വളരെ ആഴത്തിൽ ഡെപ്തായിട്ട് എന്ത് ചെയ്യുന്നു, അഭിമുഖം നടത്തുന്നു. ഇതാണ് ഏറ്റവും എന്താണ് പ്രചാരമുള്ള രീതി. ഈ രീതിയിൽ എന്താണ് പ്രതികരണ നിരക്ക് ഏറ്റവും ഉയർന്നതാണ്. അത് നന്നായിട്ട് എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും. പിന്നെ മാത്രമല്ല നമുക്ക് കുറേയൊക്കെ സൈക്കോളജിക്കലി കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും. പക്ഷേ ഇതിനെന്താണ് ചിലവ് കൂടുതലാണ്. കാരണം നമ്മൾ ക്വസ്റ്റ്യൻസ് ഷീറ്റ് കാര്യങ്ങളൊക്കെ അത് അടിച്ചുണ്ടാക്കണം, നമ്മളൊരു സ്പോട്ടിൽ പോകണം, അതിൻ്റെ ചിലവ്, ഇങ്ങനത്തെ ചിലവുകളൊക്കെ എന്താണ് ഇതിന് കൂടുതലാണ്. Next, sample survey. What is sample survey? A sample survey can be broadly defined as an exercise that involves collecting standardized data from a sample of study units, which means persons, household, business, designed to represent a large population of units in order to make quantitative inference about the population. അതായത് ജനസംഖ്യയെക്കുറിച്ച് അളക്കുന്ന അനുമാനങ്ങൾ സൃഷ്ടിക്കുന്നതിനായിട്ട് ഒരു എന്താ പറയുക, വലിയ ജനസംഖ്യയെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് എടുത്തിട്ടുള്ള എന്താണ് ചില യൂണിറ്റുകൾ, അത് വ്യക്തികളാവാം, ജീവനക്കാരാവാം, അല്ലെങ്കിൽ ബിസിനസ് ആവാം, അങ്ങനെ ഒരു സാമ്പിളിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡാറ്റ ശേഖരിക്കുന്ന ഒരു രീതിയാണെന്ത് സാമ്പിൾ സർവേ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വലിയൊരു എന്താ പറയുക പോപ്പുലേഷനിൽ നിന്ന് ചില സാമ്പിൾസിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പഠിക്കണം. അതാണ് സാമ്പിൾ സർവേ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് സർവേ. So we can see what are the advantages. It is an inexpensive method of conducting research, which means surveys are more of the most inexpensive method for gathering quantitative data that is currently available. The next one is survey are practical solution for the data gathering, which means surveys or a practical way to gathering information about something specific. You can target them to a demographic or your choice of manage them in a several different ways. Then another advantage is it is a fast way to get the result that you need, which means survey provide fast comfortable result because today's mobile and online tools. Then another one is survey provide opportunity for scalability, which means a well constructed survey allow you to gather data from an audience of any size. Then another one is it is allow for data to come from multiple sources at once, which means when you construct a survey to meet the needs of a demographic, then you have the ability to use multiple data point collected from various geographical locations. Another one is it is a research tool with favor time constraints, which means surveys have favor time limits associated with them when compared to other research method. Then another advantage of survey is survey can cover every component of any topic, which means another critical advantage that survey provide is the ability to ask as many questions as you want. നമുക്ക് സർവേൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നെന്താണ്, ഇത് വളരെ ചിലവ് കുറഞ്ഞതാണ്. അതായത് നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന റിസർച്ചിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയാണിത് സർവേ രീതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്, ഡാറ്റ ശേഖരിക്കുന്നതിനൊരു പ്രായോഗിക പരിഹാരമാണിത് സർവേ അല്ലെങ്കിൽ എന്താണ് നിർദ്ദിഷ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരങ്ങൾ നമുക്ക് ശേഖരിക്കുന്നതിന് ഒരു പ്രായോഗിക മാർഗം നമുക്ക് ഇഷ്ടമുള്ള ഒരു ജനസംഖ്യയിലേക്ക് എന്ത് ചെയ്യാം, അതിനെ ടാർഗറ്റ് ചെയ്യാനും വ്യത്യസ്ത മാർഗ്ഗങ്ങളൊക്കെ മാറി ഉപയോഗിക്കാനൊക്കെ എന്തിനു പറ്റും, സർവേക്ക് പറ്റും. പിന്നെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഇത് ഡാറ്റ കളക്ട് ചെയ്യാം. കാരണം മൊബൈൽ ഇൻ്റർനെറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് ഡാറ്റാസ് എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. പിന്നെ മറ്റൊരു രീതിയിൽ എന്താണ്, നമുക്ക് കൃത്യമായൊരു സർവേയുടെ ഒരു ഇതുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലും സർവേ എന്ത് ചെയ്യാം, മാറ്റിമറിക്കാം. അതായത് ചെറുതാക്കി വലുതാക്കി ഒക്കെ ചെയ്യാം. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജാണ് ഒന്നിലധികം ഉറവിടയിൽ നിന്ന് ഒരേ സമയം ഡാറ്റ വരാൻ ഇത് എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. അതായത് പിന്നെ ഒരേ സമയത്ത് നമുക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാം, ഡാറ്റകൾ
ശേഖരിക്കാം. കാരണം നമ്മൾ പല രീതിയിലും ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മൊബൈലോ ഇൻ്റർനെറ്റോ ഉപയോഗിച്ചിട്ട് പല രീതിയിൽ എന്ത് ചെയ്യും ഒരേ സമയത്ത് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് കുറച്ച് സമയപരിമിതിയുള്ള ഒരു രീതിയാണിത്. ഇങ്ങനെ കുറേ കളക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ടൈം വളരെ മറ്റു രീതികളെ അപേക്ഷിച്ചിട്ട് കുറവാണ്. അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. മറ്റൊന്നെന്താണ്, സർവേകൾക്ക് ഏത് വിഷയത്തെക്കുറിച്ച് എല്ലാ ഘടകങ്ങളെക്കുറിച്ചും ഒരു ഉൾക്കാഴ്ച നൽകാൻ പറ്റും. ഇപ്പോൾ നമ്മൾ അനുബന്ധ ചോദ്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മറ്റു കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ എന്തിനെ കൊണ്ട് പറ്റും, സർവേ കൊണ്ട് പറ്റും. ഇതൊക്കെയാണ് സർവേയുടെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ക്യാൻ സീ സം ഓഫ് ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് സർവേസ്. സർവേകളുടെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദർ ഈസ് ഓൾവേസ് എ റിസ്ക് ദാറ്റ് പീപ്പിൾ വിൽ പ്രൊവൈഡ് ഡിസ്ഹോണസ്റ്റ് ആൻസർ. ആളുകൾ പലപ്പോഴും സത്യസന്ധമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകണമെന്നില്ല, റോങ് ആൻസർ തരാം. ദെൻ അനദർ വൺ ഈസ് യു മൈറ്റ് ഡിസ്കവർ ദാറ്റ് സം ക്വസ്റ്റ്യൻസ് ഡോണ്ട് ഗെറ്റ് ആൻസർ. നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല. ദെൻ അനദർ ഡിസഡ്വാൻറ്റേജസ് ഈസ് സം ആൻസേഴ്സ് ക്യാൻ ബി ചാലഞ്ചിങ് ടു ക്ലാസിഫൈ. ഇനി ഇവർ ഉത്തരം നൽകിയാൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. അത് മറ്റൊരു പോരായ്മയാണ്. ആക്സസിബിലിറ്റി ഇഷ്യൂസ് ക്യാൻ ഇമ്പാക്റ്റ് ഓൺ സർവേസ്. നമുക്ക് സർവേ നടത്തുമ്പോൾ പ്രത്യേകിച്ച് ഒരു ക്വസ്റ്റ്യനെയറൊക്കെ ഫില്ല് ചെയ്ത് തരുന്ന സമയത്ത് ആളുകൾക്ക് അതിനെക്കുറിച്ചൊരു ബോധം അല്ലെങ്കിൽ സാക്ഷരത വേണം. അപ്പോൾ നിരക്ഷരായിട്ടുള്ള ഒരു സമൂഹത്തിൽ ഇത് നടത്തുക എന്ന് പറയുന്നത് എന്താണ്, ബുദ്ധിമുട്ടാണ്. അത് മറ്റൊരു പോരായ്മയാണ്. ദെൻ ഇൻഫ്ലെക്സിബിലിറ്റി, അതായത് ഒരു വഴക്കമില്ലായ്മ, അതേപോലെ തന്നെ ലാക്ക് ഓഫ് ഡെപ്ത്, ആഴത്തിലുള്ള ഒരു അഭാവം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സർവേയുടെ പോരായ്മകളെന്ന് പറയുന്നത്. സാമ്പിളിംഗ് ഇൻ റിസർച്ച്. എന്താണ് ഗവേഷണത്തിൽ സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ സാമ്പിൾ ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒബ്ജക്ട്സ് ഓർ ഐറ്റം ദാറ്റ് ആർ ടേക്കൺ ഫ്രം എ ലാർജ് പോപ്പുലേഷൻ ഫോർ മെഷർമെൻറ്റ്. The sample should be representative of the population to ensure that we can generalize the findings from the research sample to the population as a whole. സാമ്പിൾ എന്ന് പറയുന്നത് എന്താ, വലിയ ഒന്നിൽ നിന്ന് ഒരു പോപ്പുലേഷൻ ആവാം, അതിൽ നിന്ന് നമ്മൾ കുറച്ച് ആളുകൾ എടുക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഐറ്റംസ് അല്ലെങ്കിൽ വസ്തുക്കൾ നമ്മൾ എടുക്കുകയാണ്. അത് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നുണ്ട്. എന്നിട്ട് അതിനെന്ത് ചെയ്യണം, ഒരു ജനറലൈസേഷനിലേക്ക് എത്തണം. അപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഒരു വിഭാഗത്തെ നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സാമ്പിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സർവേക്ക് മറ്റു ഗവേഷണ രീതിയെ അപേക്ഷിച്ചിട്ട് പ്രധാനമായിട്ടുള്ളൊരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ് ജനസംഖ്യയിലെ ഒരു ചെറിയ വിഭാഗത്തെ മാത്രം പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലഭിക്കുന്ന വിവരങ്ങൾ വെച്ചിട്ട് നമുക്കൊരു ജനറലൈസേഷനിലേക്ക് എത്താം. സാമ്പിളിൽ ശരിക്കും ഒരു റിസർച്ചർ എന്താ ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്ന വ്യക്തികളിൽ നിന്ന് മാത്രമാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. അവരെ പഠന വിധേയമാക്കി മൊത്തം ഗ്രൂപ്പിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് അവരെന്ത് ചെയ്യുന്നു, കാണുന്നു. അങ്ങനെ പഠനത്തിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തികളിലെ മൊത്തം സാമ്പിൾസിനെ പ്രതിനിധീകരിക്കുന്ന ഗ്രൂപ്പുകളാണ് ശരിക്കും സാമ്പിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സാമ്പിൾ തിരഞ്ഞെടുക്കുന്നതിന് ഒരുപാട് രീതികളുണ്ട്. പ്രധാനമായിട്ട് 2 രീതിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് റാൻഡം സാമ്പിളിംഗ്. എന്താണ് റാൻഡം സാമ്പിളിംഗ്, യാദൃശ്ചിക സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റാൻഡം സാമ്പിളിംഗ്, ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫോർവേഡഡ് വേ ഓഫ് സെലക്ടിങ് എ സാമ്പിൾ ഈസ് സിംപ്ലി റാൻഡം സാമ്പിളിംഗ്. ഇൻ ദിസ് മെത്തേഡ് ഈച്ച് മെമ്പേഴ്സ് ഹാസ് എ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് എ പാർട്ട് ഓഫ് ദ സ്റ്റഡി. The objects in the sample population are chosen purely or random basis, and each member has the same probability of being selected. ഒരു സാമ്പിൾ തിരഞ്ഞെടുക്കുന്നതിലെ ഏറ്റവും ലളിതമായിട്ടുള്ള മാർഗ്ഗമാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് റാൻഡം സാമ്പിളിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വ്യക്തി, ഗ്രാമം, കുടുംബം ഈ യൂണിറ്റിൽ നിന്ന് പൂർണ്ണമായും യാദൃശ്ചികതയെ, അതായത് റാൻഡത്തെ അടിസ്ഥാനമാക്കി സാമ്പിൾ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇതിനെ റാൻഡമൈസേഷൻ എന്നും പറയാറുണ്ട്. അതായത് സാധ്യത എന്നതാണ് ഈ സങ്കല്പത്തെ ആശ്രയിക്കുന്നത്. ഈ സാമ്പിളിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ വില്ലേജ്, ഫാമിലി, ഇതൊക്കെ യാദൃശ്ചികമായിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. അത് എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ നറുക്കെടുപ്പ് രീതി, അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള നമ്മൾ ആദ്യം പട്ടിക തയ്യാറാക്കൽ, കമ്പ്യൂട്ടറിൻ്റെയോ കാൽക്കുലേറ്ററിൻ്റെയോ ഒക്കെ സഹായത്തോടെ നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യുകയാണ്. അതാണ് കാര്യമായിട്ട് റാൻഡം സാമ്പിളിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതികൾ. പ്രധാനപ്പെട്ട ഒരു രീതിയാണത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്, അതായത് സ്തരിത സാമ്പിളിംഗ് എന്നാണ് ഇതിന് പറയുക. അതായത് ജനസംഖ്യയിലെ പ്രസക്തമായ എല്ലാ ഉപവിഭാഗങ്ങളെയും സാമ്പിൾ പ്രതിനിധീകരിക്കുന്ന രീതിയാണ് ശരിക്കും സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ജനങ്ങൾ ഒരു ഒന്നായിട്ടല്ല, അവരെ പല ഉപവിഭാഗങ്ങളിൽ ഇങ്ങനെ ശ്രേണിയാക്കിയിട്ട് മാറ്റുകയാണ്. അതിനനുസരിച്ച് സാമ്പിൾസ് എടുക്കുകയാണ്. ഈ രീതിയിൽ നമ്മൾ സാമ്പിൾസ് എടുക്കുന്ന ജനസംഖ്യയിൽ ഇപ്പോൾ ഏതെങ്കിലും കാസ്റ്റോ ക്ലാസ്സോ
റിലീജിയനോ ജെൻഡറോ വയസ്സോ എന്നിവയുടെ അടിസ്ഥാനത്തിൽ പല തട്ടുകളായിട്ട് എന്ത് ചെയ്യുന്നു, തരംതിരിക്കുന്നു. ഇപ്പോൾ ഇന്ന ജാതിയിൽപ്പെട്ട ഇത്ര ആളുകൾ, ഇന്ന മതത്തിൽപ്പെട്ട ഇത്ര ആളുകൾ, സ്ത്രീ ഇത്ര, പുരുഷൻ ഇത്ര, ഈ കുട്ടികൾ, മുതിർന്നവർ, അങ്ങനെ പല ആളുകളുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, അവരെ കാറ്റഗറൈസ് ചെയ്തെടുത്ത് അവരുടെ അടുത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ സാമ്പിൾസ് ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതിയാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഡിവൈഡിങ് ദ റെസ്പോണ്ടൻറ്റ് പോപ്പുലേഷൻ ഇൻ ടു ദ ഡിസ്റ്റിങ്ക്റ്റ് ബട്ട് പ്രീ ഡിഫൈൻഡ് പാരാമീറ്റേഴ്സ് ഇൻ ദ റിസർച്ച് ഡിസൈൻ ഫേസ്. In this method, the respondent do not overlap but collectively represent the whole population. സാമ്പിളിങ്ങിൽ വരുന്ന തെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് എ സാമ്പിളിംഗ് എറർ? എ സാമ്പിളിംഗ് എറർ occur when the sample used in the study is not representative of the whole population. Sampling error often occur and thus the researcher always calculate a margin of error during the final result as a statistical practice. The margin of error in the amount of error allowed for a miscalculation to represent the difference between the sample and the actual പോപ്പുലേഷൻ. ഈ സാമ്പിളിങ്ങിൻ്റെ കാറ്റസിക്സിന് അവ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആ ഒരു പോപ്പുലേഷൻ്റെ സവിശേഷതകളുമായിട്ട് വളരെ അടുത്ത് ബന്ധമുണ്ടാവും, ഒരു സാമ്യത ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. ഇതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സാമ്പിളിങ്ങിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് മാർജിൻ ഓഫ് എറേഴ്സ് അഥവാ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. ഇത് സ്വാഭാവികമായിട്ടും ഒരു ഗവേഷകൻ അല്ലെങ്കിൽ റിസർച്ചറുടെ ഫോൾട്ട് കൊണ്ടല്ല സംഭവിക്കുന്നത്. ഒരു വലിയ ഒരു ഗ്രൂപ്പിനെ നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ സാമ്പിൾസ് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള തെറ്റുകൾ വരും. A sampling error is a statistical error that occurs when an analyst does not select a sample that represents the entire population of data. As a result, the result found in the sample do not represent the result that would be obtained from the entire population. നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് ടോട്ടൽ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ടോട്ടൽ പോപ്പുലേഷൻ എന്നാണ് നമുക്ക് ആവശ്യമുള്ള അറിവിലേക്ക് നമ്മൾ ഈ സാമ്പിൾസ് എടുക്കുന്നത്. അത് വളരെ ലിമിറ്റഡായ ആളുകളാണ്. ഓക്കെ, അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പിശകാണ് ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്, സാമ്പിളിംഗ് എറർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ സാമ്പിളിങ്ങിൽ കണ്ടെത്തിയ എററിൻ്റെ ഫലമായിട്ട് മുഴുവൻ ജനസംഖ്യ ലഭിക്കുന്ന ഫലങ്ങൾ അത് എന്ത് ചെയ്യില്ല, പ്രതിനിധീകരിക്കില്ല. Here we can listen some of the simple steps to reduce sampling error. First one is increasing sample size. We can increase the sample size and divide the population into groups, which means the test group according to their size in the population instead of the random sample. The next one, know your population. Study your population and understand its demographic mix. സാമ്പിളിങ്ങിൽ വരുന്ന എറേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കൊണ്ടുവരാം. അതിന് എന്തൊക്കെ ചെയ്യുക നമുക്ക് ജസ്റ്റ് നോക്കാം. ഒന്ന്, സാമ്പിളിൻ്റെ വലുപ്പം വർദ്ധിപ്പിക്കുക. മറ്റൊന്നാണ്, ജനസംഖ്യയെ ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ വിഭജിക്കുക. ദെൻ മറ്റൊരു മാർഗ്ഗം എന്താണ്, നമ്മളുടെ ജനസംഖ്യയെ നമ്മൾ എന്ത് ചെയ്യണം, അറിയണം. നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയ പോപ്പുലേഷനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സാമ്പിളായിട്ട് എടുക്കേണ്ടത്. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ സാമ്പിളിംഗ് എറേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കൊണ്ട് വരാം. സോഷ്യോളജിയിലെ റിസർച്ചിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു രീതിയാണ് ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ എന്താണ് ഇൻ്റർവ്യൂ എന്ന്. അവിടെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാളുണ്ടാവും, ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയും ഉണ്ടാവും. അതായത് ഒരാളുടെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഡയറക്റ്റായിട്ട് വോക്കലായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ആൻസർ റിസീവ് ചെയ്യുന്ന സിസ്റ്റമാണത് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. Interview method. In an interview, the investigator and the respondent sit together and they exist to face conversation between the two for a specific purpose. Interview is a process of meet with interview either by telephone or face-to-face conversation to discuss some purposeful thinking. We can see some of the definitions of interview. PVN, a scientific method through which a person enter into the life of a stranger. Then another definition given by Good and Hart, interview as a close face-to-face conversation or dialogue between the investigator or interviewer and interviewee, or it is a process of social interaction between interviewer and interviewee. Then another definition, Kerlinger, a face-to-face interpersonal situation in which one asks question from the other to get answer but a social problem. ഗവേഷകനും അതേപോലെ തന്നെ പ്രതികർത്താവും തമ്മിലുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷനാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇൻ്റർവ്യൂ വളരെ സിമ്പിളല്ലേ, എന്നാൽ വളരെ ഇതിൻ്റെ പുറകിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇൻ്റർവ്യൂ സ്ട്രക്ചേർഡ് ഉണ്ട്, അൺസ്ട്രക്ചേർഡ് ഉണ്ട്. അതായത് ചിട്ടപ്പെടുത്തിയ ഇൻ്റർവ്യൂവും ചിട്ടപ്പെടുത്താത്ത
ഇൻ്റർവ്യൂസ് ഉണ്ട്. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ, ചിട്ടപ്പെടുത്തിയ അഭിമുഖം. എന്താണ് ചിട്ടപ്പെടുത്തിയ അഭിമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തികച്ചും ഒരു ഫോമലായിട്ടുള്ള ഒരു രീതിയാണ്. ഓൾറെഡി റിസർച്ചർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ ബേസിൽ നടത്തുന്നതാണത് ചിട്ടപ്പെടുത്തിയ അഭിമുഖം എന്ന് പറയുന്നത്. Structured interview is a type of interview in which the interviewer asks a particular set of predetermined questions. In structured interview, questions are planned and created in advance, which means that all candidates are asked the same question in the same order. ചിട്ടപ്പെടുത്താത്ത ഇൻ്റർവ്യൂ എന്താ അങ്ങനെ പറഞ്ഞാൽ ഇൻഫോമലാണ്, അനൗപചാരികമാണ്. അത് ഗവേഷകൻ്റെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ അതിലെന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ആ ടോപ്പിക്കിൽ തന്നെ നിൽക്കണം എന്നില്ല, അതായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ഏരിയയിലേക്കൊക്കെ ഡീവിയേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അത് ആ പേഴ്സണിൻ്റെ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതിന് കൃത്യമായി ഓൾറെഡി ചോദ്യങ്ങൾ ഉണ്ടാക്കുകയോ തയ്യാറെടുക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അതാണ് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. Unstructured interview, also called non-directive interview, refers to an interview concept without any set of format in which questions are not predetermined. So, lack of structure enables the interview to ask questions which come to his or her mind on the spot. Next, let us see some of the merit of interview techniques. First merit, more accurate information can be obtained. Next, personal information can as well as be obtained easily under this method. Due to the personal presence of the interviewer, there is a flexibility in the inquiry. The next, additional supplementary information can also be obtained. Another merit, the interviewer can usually control which person will answer the questions. Next, generally non-response remains very low in this method. Next merit, observation method can as well as applied to recording verbal answer to various questions. Then representative and wider distribution of sample is possible very using this method. ഇൻ്റർവ്യൂവിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഒന്ന്, കൂടുതൽ കൃത്യമായ വിവരങ്ങൾ ലഭിക്കും. മറ്റൊന്നാണ്, ഈ രീതിയിൽ വ്യക്തികളുടെ വിവരങ്ങൾ എളുപ്പത്തിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ വ്യക്തിപരമായ സാന്നിധ്യം കാരണം അന്വേഷണത്തിൽ നമുക്ക് എന്ത് ചെയ്യും, ഒന്നും കൂടി ഫ്ലെക്സിബിളായിട്ട് ഇറങ്ങി ചെന്നിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ ഗ്രഹിക്കാം. then അനുബന്ധ വിവരങ്ങൾ ലഭിക്കും. നമ്മളുടെ സെയിം ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാവില്ല ഒരാൾ പറയുന്നത്, അതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒറ്റ ആൻസറിൽ നമുക്ക് എന്ത് ചെയ്യാം, ലഭിക്കാം. അത് അതിൻ്റെ ഒരു മെറിറ്റാണ്. മറ്റൊന്ന്, ഇത് വ്യക്തികൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് അഭിമുഖത്തിന് സാധാരണയായി നിയന്ത്രിക്കാൻ കഴിയും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ അഭിമുഖം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഡീവിയേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മറ്റ് ക്വസ്റ്റ്യൻസ് കൺട്രോൾ ചെയ്തിട്ട് അതിനെന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ വലിയൊരു മെറിറ്റാണ്. ദെൻ മറ്റൊന്നുള്ള, സാധാരണയായിട്ട് ഒരു പ്രതികരണം ഇല്ലാത്തതാണ് ഈ രീതി, വളരെ കുറവാണ്. എന്തായാലും ചോദിച്ചാൽ ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഡാറ്റ കിട്ടും. കാരണം എന്താ, ആളുകൾ റിപ്ലൈ ചെയ്യും. പിന്നെ മറ്റൊരു മെറിറ്റ് എന്താണ്, വിവിധ ചോദ്യങ്ങൾക്ക് വാക്കാൽ ഉത്തരങ്ങൾ രേഖപ്പെടുത്തുന്ന നിരീക്ഷണത്തിൽ രീതിക്ക് കഴിയും. കാരണം നമുക്കത് എന്ത് ചെയ്യാം, റെക്കോർഡ് എല്ലാം നമുക്ക് ചെയ്യാം. മറ്റൊരു മെറിറ്റാണ്, ഈ രീതി ഉപയോഗിച്ചിട്ട് നമുക്ക് സാമ്പിൾസിൻ്റെ ഒരു എന്താ പറയുക ജനറലൈസേഷനിലേക്കും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലേക്കൊക്കെ എന്ത് ചെയ്യാം, എത്താം. Interview method has many demerit also. So we can see the demerits of interview method. It is very expensive method, especially when a large and widely spread geographical sample is taken. This remains possibility to bias of interview as well as the respondent. This method is relatively more time consuming, especially when a sample is large. Certain type of respondents may not give a true answer the question. The presence of the interviewer on the spot may overstimulate the respondent. The next, training and supervision of the interview is more complex. The next demerit, systematic error may arise. ഇതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് ഒരു ചിലവ് കൂടിയ രീതിയാണ്. പ്രത്യേകിച്ച് നമുക്ക് വലിയ ഒരു ഏരിയ കവർ ചെയ്യാനുണ്ടെങ്കിൽ അത്രയും നമുക്ക് എക്സ്പെൻസ് വരും. മറ്റൊന്ന്, ഒരു പക്ഷപാതത്തിന് ഇത് കാരണമാവും, ഒരു ബയാസിന് ഒരു കാരണമാവും. മറ്റു ഡിമെറിറ്റ് എന്ന് പറയുന്നത് കൂടുതൽ സമയമെടുക്കും. പ്രത്യേകിച്ച് സാമ്പിൾസൊക്കെ വലുതാകുമ്പോൾ കൂടുതൽ സമയമെടുക്കും. ദെൻ അനദർ ഡിമെറിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ചില ചോദ്യങ്ങൾക്ക് ആളുകൾ ഉത്തരം നൽകണമെന്നില്ല. മാത്രമല്ല ആളുകൾ ഒരു പേടി, ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പേടി വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കൃത്യമായ ഒരു ആൻസർ കിട്ടില്ല. പിന്നെ എന്താ, വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ഇതാണ്. ഈ മേൽനോട്ടം വഹിക്കലും എല്ലാം കൂടി നമുക്കൊരു ഒരു ഭയങ്കര രീതിയിലുള്ള ഒരു ബേർഡൻ വരുന്നൊരു സിസ്റ്റമാണത് ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, പിഴവുകളും സംഭവിക്കാം. നമ്മൾ ഇതുവരെ പറഞ്ഞ മെത്തേഡുകൾ, ഇപ്പോൾ ഒബ്സർവേഷൻ ആവട്ടെ, പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ, നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ, സർവേ, ഇൻ്റർവ്യൂ, ഇതൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ്. ഇത് ഓരോന്നിനും ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ രീതികളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം, ചിലപ്പോൾ നമ്മൾ
ചോദിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഒരു ഒബ്സർവേഷൻ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചോദിച്ചറിയും അല്ലേ. അവിടെ നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കും, ഇൻ്റർവ്യൂ മെത്തേഡ് ഉപയോഗിക്കും. അങ്ങനെ ഇൻ്റർവ്യൂ മെത്തേഡ് സർവേയിലും ഒബ്സർവേഷനിലൊക്കെ എന്ത് ചെയ്യും, ഉപയോഗിക്കും. അപ്പോൾ ഇത് ഒന്നിൻ്റെ ഭാഗമായിട്ട് മെത്തേഡ്സുകളുടെ പല ഭാഗങ്ങളും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ റിസർച്ചായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. കാരണം നിങ്ങൾക്ക് ഒരു ഫർദർ സ്റ്റഡിക്ക് വളരെ എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും സോഷ്യോളജിയിലെ ഒരു ഇമ്പോർട്ടൻ്റ്, അതായത് ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭാഗം എന്നുള്ള രീതിയിൽ റിസർച്ച് അത്രയധികം പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം കണ്ടുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.